എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ലോകം കാത്തിരുന്ന ഒരു വെടിനിർത്തൽ, ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി 2 വർഷമായി നടന്ന ഭീകര യുദ്ധം ബന്ദികളെ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തീർന്നു. എന്നാൽ പിന്നെ ഇതിത്തിരി നേരത്തെ തീരുമാനിക്കാമായിരുന്നില്ലേ? അതെങ്ങനെ പറ്റും? എല്ലാറ്റിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ ദാസ. അതിന് പറ്റിയ ഒരാൾ അമേരിക്കൻ പ്രസിഡൻ്റായി വന്നു, കാര്യം നടന്നു. ഗാസക്കാരുടെ പോരാട്ട വീര്യത്തെപ്പറ്റി ഇന്നലെ മീഡിയ വണ്ണിൻ്റെ ചാനലിൽ ദാവൂദ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ വീരവാദങ്ങൾ ഈ ഉള്ളവൻ കേട്ടു. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയാണ് എനിക്കുള്ളത്. ദാവൂദിൻ്റെ വീരവാദങ്ങൾ ഏതാണ് എന്ന് ഞാൻ അക്കമിട്ട് പറയാം. ഒന്ന് കേൾക്കുക. 2 വർഷം കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്തതുപോലെ ഭീകരമായി ആക്രമിക്കപ്പെട്ടിട്ടും കീഴടങ്ങുക എന്ന ഒരു വാക്കും മിണ്ടാത്ത ആളുകളാണ് ഗാസയിലെ ജനങ്ങൾ. 67,000 പേർ മരിച്ചിട്ടും ഹമാസ് പോരാളികൾ ഒരു വിസ്മയം പോലെ ഇനിയും 3,000 പേരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു നിശ്ചയദാർഢ്യത്തിൻ്റെ ലക്ഷണമല്ലേ? അതിൻ്റെ ക്രെഡിറ്റ് നാം ഗാസക്കാർക്ക് തന്നെ കൊടുക്കണ്ടേ? ഗാസയിലെ ജനങ്ങൾ ഹമാസ് പോരാളികളെ ഒരു വിസ്മയം പോലെ, സ്വന്തം മക്കളെപ്പോലെ വീടുകളിൽ ഒളിപ്പിച്ചു. അവർക്ക് കാവലിരുന്നു. പോരാളിയെ തേടി മിസൈൽ വന്നപ്പോൾ അവർ അവരോടൊപ്പം മരിച്ചു. ഹമാസ് പോരാടുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഒരിക്കൽ പോലും ഇടർച്ച വന്നില്ല. അതിനേക്കാൾ പ്രധാനം, ഇസ്രായേലിനെ മുട്ടുമടക്കി ഹമാസുമായി ചർച്ചയ്ക്ക് വരേണ്ടി വന്നു എന്നതാണ്. അതാണ് ദാവൂദ് അവസാനമായി ചൂണ്ടിക്കാട്ടുന്നത്. 2 ആഴ്ച മുമ്പ് ഖത്തറിൽ മിസൈൽ അയച്ച് കൊല്ലാൻ നോക്കിയ ആളുകളുടെ മുമ്പിലിരുന്ന് സമാധാന ചർച്ച ചെയ്യേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ എത്തി. ഇതാണ് ദാവൂദ് പറഞ്ഞത്. ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ദാവൂദ് പറഞ്ഞ പോലെ ഒരു ചർച്ചയല്ല ഈ സമാധാന ചർച്ച എന്ന പേരിൽ ഈജിപ്തിൽ നടന്നത്. ഇസ്രായേലും ഹമാസും പരസ്പരം സംസാരിക്കാൻ പോലും തയ്യാറായില്ല. സംസാരിച്ചതെല്ലാം മധ്യസ്ഥരാണ്. ഈജിപ്ത്, ഖത്തർ, US, തുർക്കി എന്നിവരാണ് ഈ മധ്യസ്ഥർ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒരു മറുപടിയോ ഇസ്രായേൽ പ്രതിനിധികളോട് സംസാരിക്കും. ഇസ്രായേലിൻ്റെ പ്രതികരണമോ അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളോ ഹമാസ് പ്രതിനിധികളോട് സംസാരിക്കും. ഇരു പാർട്ടികൾക്കും സ്വീകാര്യമായ ഒരു കരാറിലെത്തുന്നതുവരെ മധ്യസ്ഥർ ഈ വിവര കൈമാറ്റം തുടർന്നു. ഈ ചർച്ചകൾ പലപ്പോഴും ഒരു ഹോട്ടലിലെ അടുത്തടുത്ത മുറികളിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലെ വ്യത്യസ്ത നിലകളിൽ വെച്ചോ ആയിരിക്കും. അല്ലാതെ ദാവൂദ് പറയുന്നത് പോലെ ഒരുമിച്ചുള്ള ചർച്ച നടന്നിട്ടേ ഇല്ല. മീഡിയ വണ്ണിൻ്റെ പ്രധാന കാഴ്ചക്കാരായ മുസ്ലിം സമുദായത്തെ രോമാഞ്ച കഞ്ചുകന്മാരാക്കുക എന്നതായിരുന്നു ദാവൂദിൻ്റെ ഉദ്ദേശം. ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഈ യുദ്ധത്തിൽ ഇസ്രായേലാണ് വിജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ആഗോളതലത്തിൽ നടന്ന പ്രൊപ്പഗൻഡയിൽ വിജയിച്ചത് ഗാസക്കാരാണ്. ഹമാസിൻ്റെ ഭീകരവാദികളാണ് തെറ്റുകാർ, ഈ ഗാസയിലെ ജനങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന പ്രൊപ്പഗൻഡയാണ് ശരിക്കും ക്ലിക്കായത്. ഒന്നും അറിയാത്ത പാവങ്ങളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന പ്രചാരണങ്ങൾ ഇസ്രായേലിനെ ശരിക്കും ബുദ്ധിമുട്ടിച്ചു. ഒക്ടോബർ 7-ന് 1200ഓളം ജൂതന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ മിഠായി വിതരണം ചെയ്ത അതേ സ്ത്രീകൾക്ക് തന്നെയായിരിക്കാം ഒരു പക്ഷേ തങ്ങളുടെ കുട്ടികളുടെ മൃതദേഹവുമായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്. എന്ത് ചെയ്യാനാണ്? അക്രമത്തെ പ്രസവിക്കുന്നു എന്നാണല്ലോ പറയുക. വികസിത രാജ്യങ്ങളടക്കം പിന്നീട് ഇസ്രായേലിനെതിരെ മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ട്രംപിന് പോലും സ്ഥലജല വിഭ്രാന്തി ഉണ്ടായി. ഒക്ടോബർ 7-ന് ഇസ്രായേൽ വന്ന് കൂട്ടക്കൊല നടത്തിയത് ഹമാസ് തന്നെയാണോ അതോ കിബുട്സിലെ ജനങ്ങൾ സ്വയം വെട്ടി മരിക്കുകയായിരുന്നു എന്ന കൺഫ്യൂഷനിൽ നെതന്യാഹു വരെ എത്തി. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ആഗോള ഇസ്ലാം പ്രൊപ്പഗൻഡ. കേരളത്തിലും ഹമാസിന് വലിയ തോതിലുള്ള പിന്തുണ കിട്ടിയിരുന്നു, പ്രത്യേകിച്ചും ലെഫ്റ്റുകളുടെയും സെൻട്രൽ ലെഫ്റ്റുകളുടെയും പിന്തുണ. ആ പിന്തുണ ഇനി വരുന്ന സമാധാനത്തിൻ്റെ നാളുകളിൽ വലിയൊരു പിരിവായി മാറാനും വലിയൊരു തുകയായി ഗാസയിലേക്ക് പ്രവഹിക്കാനും വഴിയുണ്ട്. നിരായുധീകരിക്കപ്പെട്ട ഹമാസ് എന്ന വിസ്മയത്തിന് ജീവിതകാലം മുഴുവൻ സുഖിച്ച് ജീവിക്കാനുള്ള തുക ലോകം കൊടുക്കും എന്നാണ് മുൻ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കരുതേണ്ടത്. ആ ക്യാഷ് ഗാസയിലെ ജനങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഞാൻ ഒരു മുൻ അനുഭവം പറഞ്ഞു തരാം. പണ്ട് യാസർ അറാഫത്ത് ഉള്ള കാലത്ത് വൻ അഴിമതിയായിരുന്നു. ലോകത്തു നിന്നും പാലസ്തീനിലേക്ക് വന്നിരുന്ന വലിയ വലിയ സഹായങ്ങളിൽ നിന്നും വലിയൊരു പോർഷൻ തുക
സ്വന്തം കുടുംബത്തിന് വേണ്ടി അടിച്ചു മാറ്റിയ ഒരു കൂതറ ലീഡറായിരുന്നു ഈ യാസർ അറാഫത്ത്. പാലസ്തീൻകാർക്കൊന്നും അധികം കൊടുത്തില്ല അദ്ദേഹം. 2000-ൽ ഇസ്രായേലുമായി രണ്ടാമത്തെ വമ്പൻ പോരാട്ടം അവിടെ പാലസ്തീനിൽ ആരംഭിച്ചപ്പോൾ സ്വന്തം ഭാര്യയെയും മകളെയും പാരീസിലേക്ക് സുഖിക്കാൻ വിട്ട മാന്യനായിരുന്നു ഈ പുള്ളി. 2004-ൽ അറാഫത്ത് മരിക്കുമ്പോൾ പാരീസിലെ പ്രസിദ്ധമായ ബ്രിസ്റ്റൽ ഹോട്ടലിലായിരുന്നു ഈ കുടുംബത്തിൻ്റെ താമസം. മാസവാടക 12 ലക്ഷം. അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോഴും 83 ലക്ഷം രൂപ മാസം പാലസ്തീൻ്റെ അതോറിറ്റിയിൽ നിന്നും കൈപ്പറ്റി പാരീസിൽ ലക്ഷറി ലൈഫാണ് പയറ്റുന്നത്. പാലസ്തീനിലേക്ക് വന്നിട്ട് 24 വർഷം കഴിഞ്ഞു. ഇതൊന്നും പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ പ്രൊപ്പഗൻഡ അല്ല, മറിച്ച് ഫാക്റ്റ് ചെക്ക് ചെയ്താൽ കണ്ടെത്താവുന്ന നിസ്സാര കാര്യങ്ങളാണ്. പ്ലീസ് ഫാക്റ്റ് ചെക്ക്. ഇതൊക്കെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളല്ല മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 20 നിർദ്ദേശങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ട്രംപിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടുള്ളത്. അതിൽ പ്രധാനം ഗാസയുടെ ഭരണം തന്നെയാണ്. ഗാസ താൽക്കാലികമായി ഒരു സാങ്കേതിക രാഷ്ട്രീയേതര പാലസ്തീൻ സമിതിയുടെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കണമെന്ന് ആ നിർദ്ദേശം പറയുന്നു. ഈ സമിതി ഗാസയിലെ ജനങ്ങൾക്ക് ദൈനംദിന പൊതുസേവനങ്ങളും മുനിസിപ്പാലിറ്റികളുടെ നടത്തിപ്പും ഉത്തരവാദിത്തോടെ നടത്തണം. ആ സമിതിയിൽ യോഗ്യതയുള്ള പാലസ്തീനികളും അന്താരാഷ്ട്ര വിദഗ്ധരും ഉൾപ്പെടണം. ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പുതുതായി രൂപീകരിക്കപ്പെടുന്ന ബോർഡ് ഓഫ് പീസിൻ്റെ മേൽനോട്ടം വേണം. ഈ ബോഡിയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈഗോ മൂത്ത് പുള്ളി അത് കുളമാക്കും. ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ബോർഡ് ഓഫ് പീസിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ബാക്കി അംഗങ്ങളെ നിശ്ചയിക്കുമ്പോഴും ഗാസയ്ക്ക് പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ തന്നെ അതിലായിരിക്കണം. ഹമാസിനെ പരിപൂർണമായും നിരോധീകരിക്കണം. 10 തലമുറയ്ക്കുള്ള ആയുധങ്ങൾ ഗാസ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി പുതിയതൊന്നും വേണ്ട. ഇസ്രായേലിൽ നിന്ന് മറ്റൊരു അറ്റാക്ക് ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഇപ്പോൾ മധ്യസ്ഥരായ രാജ്യങ്ങൾ തന്നെ നൽകുന്നുണ്ട്. ആ നിലയ്ക്ക് സ്വന്തമായ ഒരു ആയുധവും ഇനി ഗാസക്കാർക്ക് ആവശ്യമില്ല. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ സഹായത്തിൽ ഒരു സമ്പൽ സമൃദ്ധമായ രാജ്യമാകാൻ എല്ലാ സാധ്യതയും ഇപ്പോൾ ഗാസയ്ക്കുണ്ട്. 2 രാജ്യങ്ങളും ഒറ്റ മുദ്രാവാക്യം സ്വീകരിക്കണം: ലവ് ദി നൈബർ. ഈ മുദ്രാവാക്യം ഗാസക്കാരുടെയോ ജൂതന്മാരുടെയോ മതപുസ്തകങ്ങളെ കാണുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പോരായ്മ. നന്ദി, നമസ്കാരം.